ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡേ 6 ഓഫ് കാശ്മീർ ട്രിപ്പ് സീരീസ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഗുൽമർഗിലേക്കാണ് കേട്ടോ. പോകുന്ന സമയം നമുക്ക് നല്ല അടിപൊളി വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗുൽമർഗിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് കോട്ട്സും ബൂട്ട്സൊക്കെ റെൻറ്റിന് എടുക്കണം കേട്ടോ. നമ്മൾ ഗ്ലൗസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിസിറ്റ് ചെയ്ത അന്ന് അവിടുത്തെ വെതർ നല്ല മോശമായിരുന്നു കേട്ടോ. 2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫേസ് 1 മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഫേസ് 2 ക്ലോസ് ചെയ്തതുകൊണ്ട് എല്ലാവർക്കും റീഫണ്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേബിൾ കാറിന് ഒരാൾക്ക് 800 രൂപ ആണ് കേട്ടോ കൊടുക്കേണ്ടത്. മെസ്സിക്ക് 800 തന്നെ ആയിരുന്നു. കേബിൾ കാർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നടന്നിട്ട് വേണം കേട്ടോ പിന്നെ കയറാനായിട്ട്. നല്ല അടിപൊളി വ്യൂ കണ്ടിട്ട് നടക്കുക. ബട്ട് ഞങ്ങൾ പോയ സമയത്ത് മഴയൊക്കെ പെയ്തതുകൊണ്ട് വഴിയൊക്കെ നല്ല സ്ലിപ്പറി ആയിരുന്നു കേട്ടോ. അവിടെ വെച്ച് നല്ല ടേസ്റ്റുള്ള കാശ്മീരി കാവയും കോഫിയും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് സ്കീയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല അടിപൊളി വിൻ്റർ സ്പോർട്സ് തന്നെയാണ്. കുറച്ച് ഏജ് ഉള്ള ആളുകളെ കൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ബിക്കോസ് ബ്രീത്തിങ് പ്രോബ്ലംസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതുവരെ നമ്മൾ കാശ്മീരിൽ വിസിറ്റ് ചെയ്ത പ്ലേസസിൽ മസ്റ്റ് വിസിറ്റ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഗുൽമർഗ്. ഗുൽമർഗിൽ മുകളിലോട്ട് കയറുമ്പോൾ മഴ ചെയ്തിട്ട് വഴിയൊക്കെ നല്ല സ്ലിപ്പറി ചെയ്യുന്നു കേട്ടോ. അവിടെ നമ്മൾ രക്ഷിച്ച ആൾക്കാരാണ് ഈ മൻസൂർ ഭായി ഒക്കെ. ഇവരാണ് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കയറ്റിയതൊക്കെ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യൻ റസോയി ഹൗസിൽ പോയി നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് കഴിച്ചു കേട്ടോ. ശ്രീനഗറിലെ ഫ്രൈഡ് റൈസ് എക്സ്പീരിയൻസിന് ശേഷം വീണ്ടും അത് ഓർഡർ ചെയ്യാൻ നല്ല പേടിയുണ്ടായിരുന്നു. ബട്ട് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് സത്യത്തിൽ നല്ല ടേസ്റ്റി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേനോ ഞങ്ങളിവിടെ വന്നത് ഹാദിക്കാക്കൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണെന്ന്. ഇന്ന് നൈറ്റിൽ നമ്മൾ നല്ല കേരള ഫുഡ് അവിടുത്തെ കിച്ചണിൽ ഇമ്മ കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഗീ ചിക്കൻ തവ ഫ്രൈയും മടിക്കിപ്പത്തിരിയും ബീഫ് കറിയും ഒക്കെ ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ദിവസത്തിന് ശേഷം മലയാളി ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. എന്നാൽ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.